നമ്മുടെ കേരള ടു കാശ്മീർ ട്രിപ്പിന് വളരെ ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. എല്ലാ പ്രിപ്പറേഷൻസും ആൾമോസ്റ്റ് കൺക്ലൂഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പം നമ്മൾ നാളെ രാവിലെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് നമ്മുടെ വണ്ടി എടുക്കാനായിട്ട്. നമ്മൾ അവിടെ ഒരു കടയിൽ സർവീസിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളാണ് മെയിൻലി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മുടെ വീട്ടുമുറ്റത്തു നിന്നുള്ള പ്രൈവറ്റ് ബസ് കയറി പാരിപ്പള്ളി ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് നമ്മുടെ തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള KSRTC കാത്തു നിന്നപ്പോൾ നമ്മുടെ ബോച്ചയുടെ വണ്ടി ഒന്ന് കാണാൻ പറ്റി കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു നമ്മളൊരു KSRTC ബസ്സിൽ കയറി തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. സാധാരണ നമ്മൾ കാറിലാണ് പോവാറ്. കുഞ്ഞിലേക്ക് ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. KSRTC ബസ്സിൽ കയറിയിട്ട് ഇങ്ങനെ പോകുന്നത് പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അവർ നല്ല പാട്ടൊക്കെ പാടി കഥകളൊക്കെ പറഞ്ഞ് ഇപ്പുറത്തും ഇരിക്കുന്നവരോടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വൈബ് സെറ്റായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു. നല്ലവണ്ണം വിയർക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും. പിന്നെ വെള്ളം നമ്മൾ പ്രിപ്പയർഡായിട്ട് കൊണ്ടുപോയത് കൊണ്ട് ആ വെള്ളമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയായിരുന്നു. തിരുവനന്തപുരം എത്താറായപ്പോഴത്തേക്കുള്ള ഒരു വൈബ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. അത് അവർ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ആ തിരുവനന്തപുരം സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യാൻ നേരത്തുള്ള ഒരു സിറ്റുവേഷൻ അറിയാമല്ലോ. ആ ചുവർ ചിത്രങ്ങളും ആ മതിലൊക്കെ വരച്ചിരിക്കുന്ന കുറേ പെയിൻറ്റിങ്സും കാര്യങ്ങളും എല്ലാം കണ്ട് അവർ നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഇരുന്നത്. തമ്പാനൊരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയതിന് ശേഷം നമ്മളൊരു ആട്ടോ വിളിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. ആ ആട്ടോയിൽ പോയപ്പോഴത്തേക്ക് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ട്രാഫിക് ജാമും നമുക്ക് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. സ്മൃതിക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് കുറച്ച് റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഒരു അമ്മയുടെ ഫാമിലി ഹൗസും കാര്യങ്ങളും എല്ലാം ഇവിടെയാണ്. അപ്പോൾ അവരെ പറഞ്ഞ് അവരെ വീട്ടിലേക്ക് വിട്ടിട്ട് ഞാൻ നേരെ വർക്ക്ഷോപ്പിലേക്ക് പോയി. നമ്മുടെ വണ്ടി ഇവിടെ കുട്ടപ്പനായിട്ട് കിടപ്പുണ്ട്. ഹലോ, നമ്മളങ്ങനെ വണ്ടി സർവീസ് ചെയ്ത് കിട്ടിയിരിക്കുകയാണ് ഗോയ്സ്. ഒരു 5-6 ഷീറ്റിനുള്ള ബില്ലുണ്ട്. നമ്മൾ അത്യാവശ്യം തേയ്മാനമുള്ള എല്ലാ സാധനങ്ങളും വണ്ടിയിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. എൻജിൻ്റെ മൗണ്ട് മറ്റേ ഒരു ബുഷ് കണക്കത്തെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, അത് ആൾമോസ്റ്റ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അത് മാറ്റിയിട്ടുണ്ട്. 4 ബ്രേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ബോൾട്ട് സെറ്റ് മാറ്റിയിട്ടുണ്ട്. പിന്നെ സ്പാർക്ക് പ്ലഗ് മാറ്റി. പിന്നെ ബ്രേക്ക് പാഡ് അത് പറഞ്ഞെന്ന് തോന്നുന്നല്ലേ. പിന്നെ ബാക്ക് എന്തൊരു ഒരു ബുഷ് പുള്ളിക്കാരൻ എന്തോ പറഞ്ഞായിരുന്നു, ഞാൻ മറന്നുപോയി. അങ്ങനെ ആ ബുഷ് മാറ്റിയിട്ടുണ്ട്. പിന്നെ പവർ ബ്രേക്ക് ഉണ്ടല്ലോ, പവർ ബ്രേക്ക് അല്ല ഹാൻഡ് ബ്രേക്കിൻ്റെ ആ ഒരു കേബിളും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. റേഡിയേറ്റർ ക്യാപ്പ് മാറ്റിയ അത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ റേഡിയേറ്റർ ക്യാപ്പ് മാറ്റിയിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ നമുക്ക് വണ്ടിയുടെ സർവീസിന് വേണ്ടിയിട്ട് ലേബർ ഉൾപ്പെടെ ഏകദേശം 30,000 രൂപ ആയിട്ടുണ്ട്. 30,000 സംതിങ്, 30,000 രൂപ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി അങ്ങനെ ഫൈനലി പക്ക കണ്ടീഷൻ ആയിരിക്കുകയാണ്. ഇനി ബൈ ദ വേ, ഈ 30,000 എന്ന് പറയുന്നത് ഫ്രണ്ടിലിരിക്കുന്ന ലൈറ്റ് ഇൻക്ലൂഡിങ് ആണേ. ലൈറ്റ് മൗണ്ട് ചെയ്തു, പക്ഷേ അതിനേക്കുള്ള ഇലക്ട്രിക് കണക്ഷൻ കൊടുത്തിട്ടില്ല. നമ്മളെ നാട്ടിൽ ചെന്നിട്ട് നമ്മളെ ചന്തോണനെ കൊണ്ടിട്ട് ഇത് ചെയ്യിക്കുന്നതായിരിക്കും സംഭവം. അപ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് വരേണ്ട ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് തന്നെ വണ്ടി കൊണ്ട് പോയാൽ കൊള്ളാമെന്ന് അണ്ണൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അണ്ണൻ പറഞ്ഞു ഓക്കെ. അപ്പം ആ ഒരു ലൈറ്റിൻ്റെ ഒരു കറണ്ട് കണക്ഷൻ കൊടുക്കുന്നതും സ്വിച്ചിൽ കണക്ട് ചെയ്യുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ നാട്ടിൽ ചെന്നിട്ട് ചന്തോണ്ണനെ കൊണ്ടിട്ടായിരിക്കും ചെയ്യിക്കുന്നത്. അതിൽ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ലൈറ്റാണ്. ഒബ്വിയസ്ലി നമ്മൾ കേരളത്തിൻ്റെ റോഡുകളിൽ അത് ഉപയോഗിക്കുന്നതല്ല. മുകളിലോട്ട് പോകാൻ നേരത്ത് ലൈറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. നമുക്കത് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സാധനമല്ല. ഡെഫിനറ്റ്ലി ഫോർ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും നമ്മൾ ലൈറ്റ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ കുറേ അക്സസറീസും കാര്യങ്ങളൊക്കെ നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ ഓരോരോ സംഭവങ്ങളായിട്ട് കാണിച്ചു തരാം. അപ്പം ഫാമിലി ഫുള്ള് ഇവിടെ ഉണ്ട്, നിങ്ങൾ ആദ്യം കണ്ടല്ലോ. അപ്പം ഇവിടെ ഒന്ന് ചെറുതായിട്ട് ജസ്റ്റ് കുറച്ച് നേരം നിന്നിട്ട് വൈകുന്നേരം ആയിരിക്കും ഇവിടെ നിന്ന് തിരിച്ചു പോവുക. അപ്പോൾ വൈകുന്നേരം തിരിച്ചു പോയിട്ട് ബാക്കിയുള്ള പരിപാടികളെല്ലാം കൂടെ ചെയ്തിട്ട് ഞാൻ ബാക്കിയുള്ള അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് തരാം. അപ്പോൾ വണ്ടി ഇവിടെ നിന്ന് അവിടം വരെ ഓടിക്കാൻ നേരത്ത് ആ ഒരു വണ്ടിയുടെ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ ഞാൻ അപ്പോഴും പറഞ്ഞുതരാം. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ബൈ ദ വേ, ഇത് ട്രിവാൻഡ്രത്തുള്ള മോട്ടോഫാബ് എന്ന് പറയുന്നൊരു വർക്ക്ഷോപ്പാണ്. നമ്മുടെ സനലേട്ടനാണ് ഇവിടെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ വണ്ടിയുടെ എക്സോസ്റ്റും സംഭവങ്ങളെല്ലാം ഞാൻ ഇവിടെ തന്നെയാണ് കൊണ്ടുവന്ന് ചെയ്യിച്ചിട്ടുള്ളത്. അത്യാവശ്യം എല്ലാ പരിപാടികളും ചെയ്യും. ബോഡി ബിൽഡിങ്ങും വണ്ടിയുടെ ബോഡി ബിൽഡിങ്ങും റെസ്റ്റോറേഷനും അങ്ങനെയുള്ള മിക്ക കാര്യങ്ങളും ഇവിടെ ചെയ്യും. കാറിലിരുന്ന് ഞാൻ വീട്ടിനകത്തായി ഗൈസ്. നമ്മുടെ കാറിനകത്ത് സ്ഥിരം ഇരിക്കുന്ന സീക്രട്ട് ഏജൻറ്റിന് പറ്റിയതുപോലെ തന്നെയാണ് എനിക്കും പറ്റിയത്. ഐഫോൺ ഇടയ്ക്കിടയ്ക്ക് ചൂടായി ഓഫ് ആവുന്നുണ്ട്. പിന്നെ തിരുവനന്തപുരത്തെ ചൂട് കൂടെ ഇല്ലേ, അപ്പം സ്വാഭാവികം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവിടെ മോട്ടോഫാബിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ട് വണ്ടിയിലേക്ക് വർക്കൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. പുള്ളിക്കാരൻ്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. സ്പോൺസേർഡ് സാധനമൊന്നും അല്ല കേട്ടോ.
ജസ്റ്റ് ഞാൻ സ്ഥിരം കൊടുക്കുന്ന സ്ഥലമാണ്, എൻ്റെ ഫ്രണ്ട്സ് കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പോസിറ്റീവായിട്ടുള്ളൊരു അഭിപ്രായമാണുള്ളത്. അതുകൊണ്ട് ഞാനിവിടെ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നേരെ വീട്ടിൽ ചെന്നിട്ട് ഒരു അൺബോക്സിങ് കാര്യങ്ങളിലൊക്കെ ചെയ്തിട്ട് നമ്മളെല്ലാം എടുത്ത് വണ്ടിക്കകത്ത് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെ മേടിച്ചിട്ടുണ്ട്, എന്തിനാണ് മേടിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ സീ യു ഗൈസ് ഇൻ ദ വീഡിയോ. ബൈ ബൈ. വി ആർ ബാക്ക് ഹോം. അപ്പം നമ്മുടെ കാറിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് മേടിച്ച സംഭവം എന്ന് പറയുന്നത് ഇതാണ്. ഇത് കാർ പവർ യൂണിറ്റ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ സിഗരറ്റ് ലാമ്പ് ചാർജർ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ സംഭവം ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്ത് ഇതിപ്പോൾ പ്രോപ്പറായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടില്ല, പക്ഷേ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം വഴി നമ്മുടെ ഫോണും ക്യാമറയും പിന്നെ നമ്മുടെ ലാപ്ടോപ്പും എല്ലാ സംഭവങ്ങളും റീചാർജ് ചെയ്യാൻ പറ്റും. അത് പ്രോപ്പറായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ അവിടെ എഴുതി കാണിക്കാം കേട്ടോ. അപ്പോൾ അത്രയും ഇതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും ഈസി ആയിട്ട് ചാർജ് ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു അഡാപ്റ്റർ മേടിച്ച് ഇവിടെ വെക്കുകയാണെങ്കിൽ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരൊറ്റ ഒരു 2 USB പോർട്ട് കാണാം, അത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഇത്രയും പോർട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരു സംഭവങ്ങളോട്, അതായത് ഇതിൻ്റെ കൂടെ വരുന്നൊരു ചാർജർ ഉണ്ടല്ലോ, അത് വീണ്ടും ഇതിനകത്ത് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അത് പാസ് ത്രൂ കണക്കത്തൊരു സംഭവമുണ്ട്. അപ്പം അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് കേട്ടോ. രണ്ടാമത്തെ ഒരു ഐറ്റം അല്ല, 1-2 ഐറ്റംസാണ്. ഒന്ന് ഈ ബാക്ക് റെസ്റ്റ്, ഈ ഒരു സംഭവം നമ്മളിപ്പം ഈ ഒരു ഇത് ലെതറല്ലേ, അപ്പം ലെതർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചാരി ഒരുപാട് നേരം ഇരിക്കാൻ നേരത്ത് നല്ലവണ്ണം വിയർക്കുന്നുണ്ട് ബാക്ക് സൈഡ്. പിന്നെ ആ ഒരു സപ്പോർട്ട് കുറവാണ്, ഈ ഒരു ലംബാർഡ് സപ്പോർട്ട് കുറവാണ് ഇവിടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് മെയിനായിട്ട് മേടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് പോയിട്ട് വന്നപ്പോഴല്ലേ ഇത് വെച്ചിട്ടാണ് വന്ന സംഭവം. അപ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നെക്ക് പില്ലോയും നമ്മൾ വൈഫിന് വലുതായിട്ട് യൂസ് ആവുന്നില്ല, അവൾക്ക് ഇതില്ലാതിരിക്കാൻ നേരത്താണ് കംഫർട്ട് എന്നാണ് പറയണത്. പക്ഷേ എനിക്ക് നല്ല കംഫർട്ടുണ്ട് സംഭവം യൂസ് ചെയ്യാൻ നേരത്തെ. കണ്ടത് എൻ്റെ സൈഡിലും സംഭവം വെച്ചിട്ടുണ്ട്. അപ്പം ഇത് വയ്ക്കാൻ നേരത്തെ എനിക്ക് നല്ല കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. നമ്മൾ സാധാരണ ഇവിടെ കിടന്ന് ഓടുന്ന സമയത്ത് ഈ 2 സംഭവങ്ങൾ നമുക്കില്ലായിരുന്നു. പിന്നെ മേജറായിട്ടുള്ള കുറേ ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മൗണ്ടുകളാണ്. നമ്മൾ 360 ക്യാമറ മൗണ്ടിന് വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ മൗണ്ട്സ് വേറെയുണ്ട്. നമ്മൾ ബാക്കിലൊക്കെ വെക്കുന്ന മൗണ്ട്സും കാര്യങ്ങളുണ്ട്. ഇത് ഫോൺ മൗണ്ടാണ്, ഇത് സക്ഷൻ മൗണ്ടാണ്. ഒന്നുകിൽ നമുക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഒരു പാനലിൽ നമുക്കിത് സക്ഷൻ വെച്ചിട്ട് മൗണ്ട് ചെയ്ത് വെക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ മൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ മൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് GPS യൂസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാമറ യൂസ് ചെയ്യാനായിട്ടോ നമുക്കത് യൂസ് ചെയ്യാം. ഇപ്പം തന്നെ സാധനം കയറി ഒട്ടി, ഞാൻ വെറുതെ അവിടെ വെച്ചതേ ഉള്ളൂ. അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള സാധനമാണ്, അങ്ങനെ പെട്ടെന്നൊന്നും പോകത്തൊന്നുമില്ല. പക്ഷേ ഇതിങ്ങനെ വെയിലത്തിരിക്കാൻ നേരത്ത് കുറേ നേരം കഴിയാൻ നേരത്ത് ഇതിങ്ങനെ ചാടി പുറത്ത് വരും. പിന്നെ വേറൊരു ഫോൺ മൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഇത് നമുക്കിവിടെ ബാക്കിൽ ലൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ഡൗൺ ചെയ്യാം, എന്നിട്ട് നമുക്ക് നമ്മുടെ നേരെ തിരിച്ച് വയ്ക്കാം. എന്താ ഫോക്കസ് ആവാത്ത, ഇവിടെ ഫോക്കസ് ചെയ്യടാ. ഉണ്ടോ? അപ്പം ഇങ്ങനത്തെ ഒരു മൗണ്ടും കൂടെ ഉണ്ട്. ഇത് നമുക്ക് ഫോണ് കറക്റ്റ് സെൻറ്ററിൽ നമുക്ക് പിടിച്ചിട്ട് നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലുള്ള ഷോട്ട്സ് എടുക്കാനും, അല്ലെങ്കിൽ നമുക്ക് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ നേരെ തിരിച്ചു വെച്ചിട്ട് സെൽഫി ഷോട്ട്സ് എടുക്കാനൊക്കെ ഈ ഒരു സംഭവം നല്ല സെറ്റാണ് കേട്ടോ. ഇത് മൗണ്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ടൈറ്റ് ആക്കാനും ലൂസാക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവം അവിടെ ഇരുന്നോളും. നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിയാൻ നേരത്ത് ഈ സൈഡിലോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഡിസ്ട്രാക്ഷൻ ഒന്നുമില്ല. അതായത് നമുക്ക് ആ ഒരു വിൻഡോയിലുള്ളൊരു വിസിബിലിറ്റി ഒട്ടും തന്നെ കുറയുന്നില്ല. അപ്പം മിക്ക സാധനം ഒന്നും ഞാൻ പെർമനൻ്റ്ലി മൗണ്ട് ചെയ്യുന്നില്ല, എല്ലാം ഇത് കണക്കത്തെ റിമൂവബിൾ മൗണ്ട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് പേഴ്സണലി എൻ്റെ വിൻഷീൽഡിൽ ഒരു ഡിസ്ട്രാക്ഷനും ഉള്ളത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇത് കണക്ക് നമുക്ക് മാക്സിമം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ആ ഒരു മൗണ്ട്സുകൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. നോർത്തിലേക്ക് പോകാൻ നേരത്ത് ആ റോഡ് ഇത്തിരി സേഫ് അല്ലെന്നൊക്കെ പലരും പറയുന്നത് കേട്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നമ്മുടെ സ്കാറ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചുമ്മാതാണ് കൈസ്, ആരും പിടിച്ച് റിപ്പോർട്ടൊന്നും ചെയ്യില്ല. ഇത് ടോയ് ഗണ്ണാണ്. പിന്നെ ഇത് സാമ്രായി സോഡൊന്നും അല്ല, ഇത് കുടയാണ്, ആരും പേടിക്കൊന്നും വേണ്ട. പക്ഷേ ഓൺ എ സീരിയസ് നോട്ട് നമ്മൾ പെപ്പർ സ്പ്രേയും പിന്നെ അങ്ങനെയുള്ള കുറച്ച് സെക്യൂരിറ്റി മെഷേഴ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ബാക്ക് സീറ്റിലേക്ക് വന്നത് വേറെ സംഭവം കാണിക്കാനാണ്. ഫുൾ അലമ്പായി കിടക്കണം, മൈൻഡ് ചെയ്യണ്ട. നമ്മൾ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് എന്തായാലും വളരെ വൃത്തിയായിട്ടൊന്ന് ഇല്ല ചെറുക്കായി എല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു സീറ്റിൻ്റെ ബാക്കിൽ മാത്രം നമ്മളൊരു ചെറിയൊരു ഓർഗനൈസർ സെറ്റപ്പ് നമ്മളിവിടെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ഇടാം.
ഇപ്പം ഡിവൈസുകളെല്ലാം ചാർജ് ചെയ്യാൻ ഇടാൻ നേരത്തെ എല്ലാം കൂടെ ഡാഷ്ബോർഡിൽ ഇട്ടിട്ട് ചെയ്യുന്നതിന് പകരം നമ്മളതെല്ലാം കൂടെ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പർ വയ്ക്കാം, താഴെ നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടികൾ വയ്ക്കാം, 2 വാട്ടർ ബോട്ടിൽ വയ്ക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ കുട്ടികൾസ് എന്തെങ്കിലും വെച്ച് കഴിക്കാനോ അല്ലെങ്കിൽ കളിക്കാനോ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം. എനിക്ക് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ അതിനും കൂടെ പറ്റുകയാണെങ്കിൽ ഈ ഒരു സംഭവം പൊളിയായിരിക്കും. പിന്നെ നമുക്ക് ഇവിടെയും കുറച്ച് എക്സ്ട്രാ സ്റ്റോറേജ് ഉണ്ട്. അപ്പം ബേസിക്കലി നമുക്ക് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് ഈസിലി അക്സസിബിൾ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം നമ്മളിവിടെ മേടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് മറ്റൊരു മേജർ ആക്സസറി. ബൈ ദ വേ, നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്ത ഒരു ലൈറ്റ് നമ്മളിവിടെ സ്വിച്ച് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പവർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പിന്നെ ആ ഒരു വൈറ്റ് മോഡിൽ നിന്നും യെല്ലോ മോഡിലേക്ക് മാറ്റാനുള്ള ഒരു സ്വിച്ചാണ് ഈ റെഡ് സ്വിച്ച് എന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഫ്ലാഷറായിട്ട് യൂസ് ചെയ്യാനാണ്, അതായത് മിന്നി കത്തുന്ന രീതിക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു സംഭവം യൂസ് ചെയ്യാൻ സാധ്യതയില്ല നമുക്കപ്പോൾ ഈ ഒരു റെഡ് ഇത് മാത്രം മതി. പിന്നെ ഇത്തവണ ഒരു സമയം കുറവായതുകൊണ്ടും നമുക്ക് പെട്ടെന്ന് ഇപ്പം ഈ ഞായറാഴ്ചയാണ് ഈ ശനിയാഴ്ചയാണ് പോകാനുള്ളത്. അപ്പോൾ നമുക്ക് ഇത് പ്രോപ്പറായിട്ട് മൗണ്ട് ചെയ്യാനുള്ള ഒരു സമയവും സാധനങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം മിക്കവാറും ഞാൻ ലൈറ്റ് ഊരി വെക്കാനാണ് സാധ്യത. ഇൻ കേസ് നമ്മൾ ലൈറ്റ് പെർമനൻ്റായിട്ട് വണ്ടിക്കകത്ത് വെക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇത് നമ്മൾ വേറെ എവിടെയെങ്കിലും മൗണ്ട് ചെയ്യും കേട്ടോ. സ്പേസ് ഉണ്ട്, നമുക്ക് വണ്ടിയിൽ എവിടെയെങ്കിലുമൊക്കെ വേണമെങ്കിൽ മൗണ്ട് ചെയ്യാം. പക്ഷേ മോസ്റ്റ്ലി ഞാനത് വെക്കാണ്ടിരിക്കാനാണ് സാധ്യത ഏറ്റവും കൂടുതൽ. പിന്നെ നമ്മൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു ലോക്കൽ സെറ്റപ്പ് നമ്മുടെ ആമസോൺ ബേസിക്കിൻ്റെ ഒരു ടെൻറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാമ്പിംഗ് ചെയർസ് മേടിച്ചിട്ടുണ്ട്, ക്യാമ്പിംഗ് ടേബിൾ മേടിച്ചിട്ടുണ്ട്, ഗ്യാസ് സ്റ്റവ് മേടിച്ചിട്ടുണ്ട്. ഗ്യാസ് നമ്മൾ HP അത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുക്കേഴ്സൊക്കെ വീട്ടിലുള്ളത് തന്നെ നമ്മളെല്ലാം ആൾറെഡി ഉള്ളത് തന്നെ കുറേ കലവും ചട്ടിയും വട്ടിയും സാധനങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. സ്നാക്സ് കുറേ ഐറ്റംസ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ട്രിപ്പിന് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ട്രിപ്പ് പോകുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം നമ്മൾ എന്തായാലും ഈ വണ്ടി ലോഡ് ചെയ്യാൻ നേരത്ത് എല്ലാ സാധനങ്ങളും പറക്കി വെക്കാൻ നേരത്ത് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊരു റീലായിട്ടോ ഞാൻ ബാക്കിയുള്ള ഇതിനകത്ത് ഈ വണ്ടിയിലുള്ള ഫുള്ള് സാധനങ്ങൾ എന്തൊക്കെയാണ് വെക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് ഒരു ബ്രേക്ക് ഡൗൺ ഞാൻ നിങ്ങൾക്ക് സംഭവം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ബൈ നമ്മൾ ടയർ 4 സെറ്റ് ടയറും പുതിയത് മേടിച്ചിട്ടിട്ടുണ്ട്. സിയറ്റിൻ്റെയാണ് സംഭവം, സിയറ്റ് സെക്യൂറ ഡ്രൈവ്. ഇപ്പോൾ ഇട്ടിരിക്കുന്നത് 195/60 R15 ആണ്. റെഡി 15ൻ്റെ ടയറാണ് ഇട്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഈസ് ഓക്കെ ഈഷ്. നമ്മൾ അങ്ങനെ ജമ്പിക്കാണ്ട് മാക്സിമം പോകാൻ നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് വാഷ് ചെയ്തിട്ട് നമ്മളെ സ്റ്റിക്കർ വർക്കും കൂടെ കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ അപ്ഡേറ്റും കൂടെ നെക്സ്റ്റ് വീഡിയോയിൽ തരുന്നതായിരിക്കും. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഈ വീഡിയോയിൽ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രിപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ പരിപാടികളും ചെയ്യുക. നമ്മളൊരു ട്രിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളുമായിട്ടൊക്കെ കൂടുതൽ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. പനി പിടിച്ചോളാം, എൻ്റെ ഇടയ്ക്ക് വെച്ച് പനി പിടിച്ചില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കുറച്ചും കൂടെ നേരത്തെ വന്നേനെ. അപ്പം നമ്മൾ റെഡിയാണ്, വണ്ടി റെഡിയാണ്, എല്ലാ സംഭവങ്ങളും റെഡിയാണ്. അപ്പം ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ ട്രിപ്പ് ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ പരിപാടികളും ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.